ഹരേ കൃഷ്ണ. നിങ്ങളൊരു ഗുരുവായൂരപ്പൻ ഭക്തനാണോ? എങ്കിൽ തീർച്ചയായും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട, കേൾക്കുമ്പോൾ കണ്ണുകളെ ഈറണിയിക്കുന്ന ഒരു പേരുണ്ട്: കുറൂരമ്മ. ലോകം മുഴുവൻ കൈകൂപ്പി തൊഴുന്ന ആ പ്രപഞ്ചനാഥൻ ഒരു പാവം വിധവയുടെ മടിയിലിരുന്ന് പഴയ ചോറ് വാരിത്തിന്നാൻ ഓടിയെത്തിയിട്ടുണ്ടെങ്കിൽ ആ ഭക്തിയുടെ ആഴം എത്രയായിരിക്കും? വേദങ്ങളോ മന്ത്രങ്ങളോ അറിയാത്ത ഒരു സാധാരണ സ്ത്രീയുടെ നിഷ്കളങ്കമായ മാതൃസ്നേഹത്തിനു മുന്നിൽ സാക്ഷാൽ നാരായണൻ തോറ്റുപോയ കഥയാണിത്. തൃശൂർ ജില്ലയിലെ അടാട്ട് എന്ന ഗ്രാമത്തിലെ പ്രസിദ്ധമായ കുറൂർ ഇല്ലത്താണ് ഗൗരി അന്തർജനം എന്ന നമ്മുടെ കുറൂരമ്മ ജീവിച്ചിരുന്നത്. വിധി അവർക്ക് നൽകിയത് കഠിനമായ പരീക്ഷണങ്ങളായിരുന്നു. വളരെ ചെറുപ്പത്തിൽ തന്നെ ഭർത്താവിനെ നഷ്ടമായി. വലിയ ഇല്ലത്ത് സമ്പത്തുണ്ടായിരുന്നെങ്കിലും അമ്മേ എന്ന് വിളിക്കാൻ ഒരു കുഞ്ഞില്ലാത്തതിന്റെ വേദന അവരെ വല്ലാതെ നീറ്റിയിരുന്നു. ബന്ധുക്കളുടെ അവഗണനയും വൈധവ്യത്തിന്റെ ഏകാന്തതയും സഹിക്കാൻ കഴിയാതെ വന്നപ്പോൾ അവർ അഭയം തേടിയത് ഗുരുവായൂരപ്പന്റെ കാൽക്കലായിരുന്നു. ദിവസവും ക്ഷേത്രത്തിൽ പോകുമായിരുന്നെങ്കിലും അവിടുത്തെ തിരക്കിൽ അവർക്ക് തന്റെ ഉണ്ണിയെ വേണ്ടതുപോലെ കാണാൻ കഴിഞ്ഞില്ല. അങ്ങനെയാണ് അവർ ഇല്ലത്തെ പൂജാമുറിയിൽ സ്വന്തം ഉണ്ണിക്കണ്ണനെ പ്രതിഷ്ഠിക്കുന്നത്. അത് അവർക്കൊരു ലോഹ വിഗ്രഹമായിരുന്നില്ല, മറിച്ച് ഹൃദയം കൊണ്ട് പെറ്റുവളർത്തിയ സ്വന്തം കുഞ്ഞായിരുന്നു. ഒരമ്മ കുഞ്ഞിനെ എങ്ങനെയാണോ നോക്കുന്നത്, അതായിരുന്നു അവരുടെ പൂജ. രാവിലെ ഉണർത്തുന്നു, കുളിപ്പിക്കുന്നു, നല്ല വസ്ത്രം ധരിപ്പിക്കുന്നു, സ്വന്തം കൈകൊണ്ട് ഭക്ഷണം വാരിക്കൊടുക്കുന്നു. നാട്ടുകാർ അവരെ കിറുക്കി എന്ന് പരിഹസിച്ചപ്പോഴും ആ വിഗ്രഹത്തിൽ സാക്ഷാൽ ഗുരുവായൂരപ്പൻ ജീവനോടെ ഇരിക്കുന്നുണ്ടെന്ന് അവർ അറിഞ്ഞില്ല. ഭഗവാനെ നേരിട്ട് കാണാൻ കഴിയുമായിരുന്ന വില്വമംഗലം സ്വാമിയാർ ഒരിക്കൽ കുറൂരമ്മയുടെ ഇല്ലത്തെത്തി. അവിടെ അദ്ദേഹം കണ്ട കാഴ്ച അത്ഭുതകരമായിരുന്നു. അഴുക്കുപുരണ്ട വസ്ത്രം ധരിച്ച കുറൂരമ്മയുടെ മടിയിലിരുന്ന് അവർ കൊടുത്ത പഴയ ചോറ് ആസ്വദിച്ചു കഴിക്കുന്ന ഉണ്ണിക്കണ്ണൻ. സ്വാമിയാർ ചോദിച്ചു, ഭഗവാനെ, എന്റെ ശുദ്ധമായ പൂജയേക്കാൾ അങ്ങ് ഈ അശുദ്ധമായ സാഹചര്യത്തിലാണോ സന്തോഷിക്കുന്നത്? ഭഗവാൻ മറുപടി നൽകി, സ്വാമിയാരെ, അങ്ങയുടെ പൂജയിൽ ഭയമുണ്ട്. എന്നാൽ കുറൂരമ്മയ്ക്ക് ഞാൻ സ്വന്തം ഉണ്ണിയാണ്. എനിക്ക് വേണ്ടത് ആ വാത്സല്യമാണ്. ഒരിക്കൽ രോഗം കൊണ്ട് അവശയായ കുറൂരമ്മയ്ക്ക് കറിവയ്ക്കാൻ ചെമ്മങ്ങ്, ചേനവർഗത്തിൽപ്പെട്ട കിഴങ്ങ് അരിയണം. ക്ഷീണം കൊണ്ട് അവർ കരഞ്ഞു വിളിച്ചു, എന്റെ ഉമ്മി, അമ്മയ്ക്ക് വയ്യല്ലോ. പെട്ടെന്നൊരു തേജസ്സുള്ള ബാലൻ അവിടെ എത്തി. അവൻ ചെമ്മങ്ങ് അരിഞ്ഞു നൽകി. അതിനിടയിൽ അവന്റെ കൈ മുറിഞ്ഞപ്പോൾ കുറൂരമ്മ തന്റെ മുണ്ട് കീറി ആ വിരലിൽ വെച്ചുകെട്ടി. അന്നു വൈകുന്നേരം ഗുരുവായൂർ ക്ഷേത്രത്തിലെ വിഗ്രഹത്തിന്റെ വിരലിലിരലിൽ ഇതേ തുണിക്കഷ്ണം രക്തക്കറയോടെ കെട്ടിയതായി മേൽശാന്തി കണ്ടു. ക്ഷേത്രത്തിലുണ്ടായിരുന്നവർ കുറൂരമ്മയുടെ പാദങ്ങളിൽ വീണു നമസ്കരിച്ചു. മറ്റൊരു രസകരമായ സംഭവം. ഒരിക്കൽ മുറ്റത്ത് കളിച്ചുകൊണ്ടിരുന്ന ഉണ്ണിക്കണ്ണൻ ഗൗരവക്കാരനായ വില്ലമംഗലം സ്വാമിയാർ വരുന്നത് കണ്ട് പേടിച്ച് കുറൂരമ്മയുടെ സാരിത്തുമ്പിൽ ഒളിച്ചു. അമ്മേ, ആ സ്വാമിയാർ എന്നെ വഴക്കു പറയും, എന്നെ ഒളിപ്പിക്കണേ എന്ന് ഭഗവാൻ അപേക്ഷിച്ചു. നിയമങ്ങൾ നിറഞ്ഞ ഭക്തിയേക്കാൾ സ്നേഹം നിറഞ്ഞ ഭക്തിയാണ് ഭഗവാൻ ആഗ്രഹിക്കുന്നതെന്ന് സ്വാമിയാർ അന്ന് തിരിച്ചറിഞ്ഞു. കാലം കടന്നുപോയി. കുറൂരമ്മയുടെ അന്ത്യകാലമെത്തി. മരിക്കുന്നതിന് തൊട്ടുമുമ്പ് ആ മുറിയിൽ തുളസിയുടെയും നെയ്യുടെയും ദിവ്യമായ സുഗന്ധം പരന്നു. വിഷ്ണുദൂതന്മാർക്ക് പകരം സാക്ഷാൽ ഉണ്ണിക്കണ്ണൻ തന്നെ ഓടക്കുഴലുമായി തന്റെ അമ്മയെ കൊണ്ടുപോകാനെത്തി. ഒരു അമ്മയ്ക്ക് മകനെ പിരിഞ്ഞിരിക്കാൻ കഴിയില്ലല്ലോ. ഭഗവാൻ തന്റെ പ്രിയപ്പെട്ട അമ്മയുടെ കൈപിടിച്ച് വൈകുണ്ഠത്തിലേക്ക് കൂട്ടി. പ്രിയപ്പെട്ടവരെ, വലിയ വേദങ്ങൾ പഠിച്ചില്ലെങ്കിലും നിഷ്കളങ്കമായ സ്നേഹം മനസ്സിലുണ്ടെങ്കിൽ ഭഗവാൻ നമ്മുടെ കൂടെയുണ്ടാകും. കൃഷ്ണ എന്ന് വിളിക്കുമ്പോൾ ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് വരുന്ന സ്നേഹം മാത്രമാണ് ഭഗവാൻ ആഗ്രഹിക്കുന്നത്. ഈ കഥ നിങ്ങളുടെ ഹൃദയത്തെ സ്പർശിച്ചെങ്കിൽ ഒരു ഹരേ കൃഷ്ണ കമന്റ് ചെയ്യാൻ മറക്കരുത്. ഇതുപോലുള്ള കൂടുതൽ ആത്മീയ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.